കുറേ അധികം നാളുകൾക്ക് ശേഷം റെഡിമെയ്ഡായിട്ട് ഒരു ഡ്രസ്സ് തപ്പി ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. കുറേ സ്ഥലത്ത് കയറി ഇറങ്ങിയൊക്കെ നോക്കി, ഒന്നും അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് എന്ന് പറയുന്നത് പോലെ ചെക്ക് ചെയ്ത് നടക്കുമായിരുന്നു. ദേ ഈ ഒരു ഡ്രസ്സ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വലിയൊരു ഓട്ടയായിരുന്നു, അതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ ദേ ഇതാണെങ്കിലും ഓക്കെ ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ ടോപ്പിന് വേറെ പൈസ, പാൻറ്റിന് വേറെ പൈസ, അങ്ങനെയൊക്കെ പറയുന്നത് പോലെയായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ കൂട്ടി വരുമ്പം എൻ്റെ കണക്കുപടി നോക്കുമ്പോൾ ഒത്തിരി വലിയ എമൗണ്ടായിട്ട് തോന്നി. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ നമ്മൾ ദേ അടുത്ത ഷോപ്പിൽ കയറി ഇത് നോക്കി. ഇതും കുഴപ്പമില്ല, പക്ഷേ ഷോൾഡറൊക്കെ കുറച്ച് ലൂസായിരുന്നു. പിന്നെ എൻ്റെ മൈൻഡിൽ ഉള്ളതുപോലത്തെ കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ഇനി നോക്കണ്ട, ഇനി കയ്യിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നമുക്ക് പോകാനുള്ള കല്യാണത്തിന് പോകാമെന്ന് ഓർത്ത് അവിടുന്ന് മെല്ലെ തിരിച്ചിറങ്ങി. അപ്പോൾ കണ്ടതാണ് കേട്ടോ ആ 4 മണി പൂവ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നിതാ വീട്ടിലെല്ലാവരും കൂടെ ഉള്ള വീഡിയോ കോളാണ്. ഇത് സ്ഥിരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേ ചേച്ചിയുടെ കൊച്ചാണ്. ഇവൻ എപ്പോൾ ഫോൺ എടുത്താലും ഇങ്ങനെയാണ്. വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ എഫക്ട്സ് എടുത്തിട്ട് ഇതേപോലെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കലാണ് ഞങ്ങളുടെ പണി.